തിരുവനന്തപുരത്തെ മേയർ ആരായിരിക്കും? ചോദ്യങ്ങൾ ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായി ഉയരുകയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കേന്ദ്ര നേതൃത്വം കൂടി നോക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്, തലസ്ഥാന നഗരം എന്ന് പറയുന്നത്. മറ്റെവിടത്തെക്കാളിലും ഏറ്റവും കൂടുതൽ BJP ഫോക്കസ് കേന്ദ്രീകരിച്ചതും ഇത്തവണ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഏകദേശം 50 സീറ്റുകളോളം BJPക്ക് കിട്ടി. സ്വതന്ത്രൻ ഒരുപക്ഷെ BJPയോടൊപ്പം നിന്നാൽ പാറ്റൂർ രാധാകൃഷ്ണൻ, അദ്ദേഹം പ്രസ് ക്ലബിന്റെ നേരത്തെ സെക്രട്ടറി കൂടിയായിരുന്നു. അദ്ദേഹം ഒരുപക്ഷെ BJPയോടൊപ്പം നിന്നാൽ BJP എന്തായാലും അട്ടിമറിക്കില്ല എന്ന് CPM പറഞ്ഞ സ്ഥിതിക്ക്, UDFന് ഇവിടെ ഒന്നും ചെയ്യാനില്ലാത്ത സ്ഥിതിക്കും BJP തന്നെയായിരിക്കും ഇത്തവണ തലസ്ഥാനം ഭരിക്കുന്നതും. 21-ാം തീയതി സത്യപ്രതിജ്ഞ നടക്കും. തിരുവനന്തപുരം BJPയുടെ സത്യപ്രതിജ്ഞ 21-നാണ് നടക്കുന്നത്. 25-ാം തീയതിയോടുകൂടി മേയർ ആരാണ് എന്ന് കൃത്യമായി അറിയാൻ സാധിക്കും. തിരുവനന്തപുരത്ത് ഒരു വലിയ മാറ്റം കൊണ്ടുവരണം, തലസ്ഥാന നഗരിയെ ഒരു ഹൈടെക് നഗരമായി മാറ്റണം, ബാംഗ്ലൂർ പോലെയോ കൊച്ചി പോലെയോ ഒക്കെ ഒരു ഹൈടെക് സിറ്റിയാക്കി തിരുവനന്തപുരത്തെ മാറ്റണം എന്നുള്ള ഒരു വികസനത്തിന്റെ ഏറ്റവും വലിയ പാത തിരുവനന്തപുരത്ത് നൽകണം എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായതിനു ശേഷമുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പ്, അതിൽ തലസ്ഥാനം തന്നെ പിടിക്കാൻ കഴിഞ്ഞത് BJP സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടം തന്നെയാണ്. BJP വലിയ കുതിപ്പ് തന്നെയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയത് എന്നുള്ളത്. അതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പങ്കുണ്ട്, പ്രവർത്തകർക്ക് പങ്കുണ്ട്, അണികൾക്ക് പങ്കുണ്ട്, നേതാക്കന്മാർക്കൊക്കെ പങ്കുണ്ട്. ഈ മാധ്യമങ്ങളുടെ പങ്കെന്ന് പറയുമ്പോൾ BJP എത്രത്തോളം അവർ തള്ളിപ്പറയുന്നു അത്രത്തോളം ജനങ്ങൾക്കിടയിലേക്ക് BJP കയറി പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇതുപോലെ തന്നെയാണ് നമ്മൾ നരേന്ദ്രമോദിയെ പലപ്പോഴും മാധ്യമങ്ങൾ ഉൾപ്പെടെ അവഹേളിച്ചും അപമാനിച്ചും ഒക്കെ പല സമയത്തും, ഗുജറാത്ത് കലാപത്തിന്റെ പേരിലൊക്കെ ഒരുപാട് അദ്ദേഹം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിട്ട ഒരാളാണ്. പക്ഷെ ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി അതേ നിൽക്കുന്നു. വിമർശനങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളണം എന്ന് കൃത്യമായി BJPയിലെ ഓരോ നേതാക്കന്മാർക്കും താഴെത്തട്ടുള്ള പ്രവർത്തകർക്കും അറിയാം. അതാണ് BJPയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. കൂടെ മറ്റൊരു കാര്യം നോക്കിയാൽ BJPയെ സംബന്ധിച്ചിടത്തോളം ആരായിരിക്കും മേയർ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ ആര്യ രാജേന്ദ്രനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്താണ്? ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മുൻ മേയർ, തലസ്ഥാനത്തെ മേയർ, 21 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ചരിത്രത്തിൽ ആദ്യമായാണ് CPM അല്ലെങ്കിൽ ഒരു പാർട്ടി ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളെ മേയറാക്കുന്നത്. ആ മേയർ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം ആളാകെ മാറി. അഹങ്കാരം, ധാർഷ്ട്യം, അഴിമതി, കെടുകാര്യസ്ഥത, അങ്ങനെ വലിയ രീതിയിൽ ആളുകളെ വെറുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭരണമാണ് ആര്യ രാജേന്ദ്രൻ തലസ്ഥാനത്ത് കാഴ്ചവെച്ചത്. അതിനുശേഷം വളർന്നതിന് ശേഷം ഞെളിഞ്ഞാൽ പോരെ എന്നാണ് ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചത്. അതായത് ഈ ഭൂരിപക്ഷത്തിന്റെ വോട്ട് മുഴുവൻ പിടിക്കാം എന്ന് കരുതിയാണ് സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും CPM കൂടെ നിർത്തിയത്. പക്ഷേ ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തി തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് പമ്പയിൽ വെച്ചായിരുന്നു. ലക്ഷങ്ങളും കോടികളും ഒക്കെ ചെലവാക്കി VIP-മാരെ, സാധാരണക്കാരല്ല VIP VVIP-മാരെയും ചേർത്തുകൊണ്ടുള്ള ആഗോള അയ്യപ്പ സംഗമമാണ് നടത്തിയത്. പക്ഷേ അവിടെ യഥാർത്ഥ ഭക്തർ എത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശബരിമല സ്വർണ്ണക്കൊള്ള ഭക്തരെ വലിയ രീതിയിൽ മുറിവേൽപ്പിച്ചു. അതിനുള്ള തിരിച്ചടി തലസ്ഥാനം BJPക്ക് ജനങ്ങൾ കൊടുത്തതിന്റെ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് ആര്യ രാജേന്ദ്രന്റെ അഴിമതി നിറഞ്ഞുള്ള ഒരു ഭരണം തന്നെയായിരുന്നു തിരുവനന്തപുരം BJPക്ക് സമ്മാനിച്ചത്. അതായത് ആര്യ രാജേന്ദ്രൻ സ്വന്തം പാർട്ടിക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു മേയർ ആയിരുന്നു എന്നുള്ളത് ജനങ്ങൾ വൈകാതെ തന്നെ തിരിച്ചറിഞ്ഞു. പലതവണ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നു. ആര്യ രാജേന്ദ്രനോട് രാജിവെക്കാൻ പറയണം, മറ്റൊരാളെ മേയർ ആക്കണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ അപ്പോഴും റിയാസിന്റെ ഏറ്റവും അടുത്തയാള്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത മകളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അങ്ങനെ പല രീതിയിൽ പിണറായി വിജയൻ ഏറ്റവും വേണ്ടപ്പെട്ട പിണറായി വിജയന്റെ ഒരു മാനസപുത്രിയായി ആര്യ രാജേന്ദ്രൻ മാറി എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ അത്തരത്തിൽ ആര്യ രാജേന്ദ്രന്റെ ഒരു നീക്കം, ആറ്റുകാൽ അമ്മയുടെ പേരിൽ ഇല്ലാത്ത പൊങ്കാല നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോടികൾ എഴുതിയെടുത്തു. അതുപോലെ തന്നെ നഗരത്തിൽ വികസനം ഒന്നും ഉണ്ടാക്കാതെ വികസനത്തിന്റെ പേര് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയെടുത്തു. അങ്ങനെ പല ആരോപണങ്ങളാണ് ആര്യ രാജേന്ദ്രന് മേൽ ഉയരുന്നത്. ഇനി
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര്യ രാജേന്ദ്രനെ നിയമത്തെ നിർത്തിയാൽ, ഒരുപക്ഷെ ശിവൻകുട്ടിയെ നിർത്തിയാൽ പോലും ജയിക്കും. കാരണം ശിവൻകുട്ടിക്ക് നിയമം എന്ന് പറയുന്ന മണ്ഡലത്തിൽ വല്ലാത്തൊരു സ്വാധീനമുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആര്യ രാജേന്ദ്രനെ നിയമസഭയിൽ നിർത്തിയാൽ പോലും 8 നിലയിൽ പൊട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത്രത്തോളം ആര്യ രാജേന്ദ്രനെതിരെ വിരുദ്ധമായ ഒരു രീതി ജനങ്ങൾക്കിടയിൽ ഉയർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെയാണ് പുതിയ മേയർ, അത് ശ്രീലേഖയായിരിക്കും എന്നുള്ളതാണ് ഇതുവരെയുള്ള. കാരണം ആ മേയർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ടാണ് ശാസ്തമംഗലത്ത് ശ്രീലേഖ IPS അല്ലെങ്കിൽ ആ ശ്രീലേഖ എന്ന് പറയുന്ന വനിതാ DGP ആയിരുന്ന, റിട്ടയർഡ് ആയതിനു ശേഷം പിന്നെ പാർട്ടിയിലേക്ക് വന്ന ശ്രീലേഖ IPS ഒരു മികച്ച പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു അവര്. പലപ്പോഴും അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഈ പോലീസിന്റെ ഉദ്യോഗസ്ഥരുടെ അകത്ത് തന്നെ പലരോടും ചോദിച്ചാൽ പറയും, ശ്രീലേഖ മാം ഉണ്ടായിരുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഒരു വല്ലാത്ത ആത്മധൈര്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഈ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും മോശമായ രീതിയിൽ സംസാരിക്കുമ്പോൾ, പെരുമാറ്റമൊക്കെ നടത്തുമ്പോൾ പല ഘട്ടങ്ങളിലും ശ്രീലേഖ മാം നമ്മളെ രക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പല വനിതാ ഇൻസ്പെക്ടർമാരടക്കം പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ശ്രീലേഖ എന്ന് പറയുന്നത് മാനേജ്മെന്റ് പവറുള്ള ഒരു ലേഡിയാണ്. അവർക്കറിയാം എങ്ങനെയാണ് ഈ അഴിമതി എന്ന് പറയുന്നതിനപ്പുറം അതായത് ജീവിക്കാൻ വകയില്ലാതെ ഇതിൽ നിന്ന് കട്ട് വാരിക്കൊണ്ട് കുടുംബത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ ശ്രീലേഖ IPS അവർക്കില്ല. ശ്രീലേഖ എന്ന് പറയുന്ന അല്ലെങ്കിൽ BJPയുടെ ഇപ്പോഴത്തെ നേതാവിനില്ല. അതുകൊണ്ട് തന്നെ BJPക്ക് ഇനി തിരുവനന്തപുരം കൈവിട്ട് കളയാനും കഴിയില്ല. അതുകൊണ്ട് എത്രത്തോളം വികസനം ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ, എത്രത്തോളം വികസനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ BJP ഇത്തവണ മുന്നേറുമെന്നുള്ളതാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 1600 സീറ്റുകളാണ് എല്ലായിടത്തുമായിട്ട് BJP കിട്ടിയത്. ഇത്തവണ അത് 1919 സീറ്റാണ് BJPക്ക് കിട്ടിയത്. അപ്പോൾ BJP പലയിടത്തും വളരുന്നുണ്ട് എന്നുള്ളതാണ്. CPM പോലും 0 കിട്ടിയെടുത്ത് BJPക്ക് 3-4 സീറ്റ് കിട്ടി എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ UDF ജയിച്ചു എന്ന് പറയുമ്പോഴും UDFന്റെ ജയം എന്ന് പറയുന്നത് അവർക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത ജയമാണ്. ഒരുപക്ഷെ BJP ജയിക്കും എന്നുള്ളിടത്ത് BJP ആളുകൾ വിജയിപ്പിച്ചിട്ടുണ്ട്, തലസ്ഥാനം BJPക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാലക്കാട്, തൃപ്പൂണിത്തറ, അങ്ങനെ പല സ്ഥലങ്ങളും ജയിക്കുമെന്നുള്ളിടത്തെല്ലാം BJPക്ക് അവർ വോട്ട് ചെയ്തിട്ടുണ്ട്, BJPയെ ജയിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വോട്ട് കൊണ്ട് ഒരുപക്ഷെ ജയിക്കില്ല എന്ന് കണ്ടപ്പോൾ എന്നാൽ LDF ജയിക്കേണ്ട, UDFലേക്ക് പോകാം എന്ന് ജനങ്ങൾ ഒരുപക്ഷെ തീരുമാനിച്ചതാകണം. എന്തായാലും ശബരിമല കൊള്ളയും മറ്റു കാര്യങ്ങളുമൊക്കെ LDFനെ തളർത്തിയപ്പോഴും BJP കരുതലോടെ അടിത്തട്ടിൽ നിന്നുള്ള പ്രവർത്തനം കൃത്യമായി കാര്യക്ഷമമാക്കി നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമിത്ഷായും മോദിയും നേരിട്ട് തിരുവനന്തപുരത്തെത്തും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഒരുപക്ഷെ പുതിയ മേയർ സ്ഥാനമേൽക്കുമ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കേരളത്തിലേക്ക് വരാനുള്ള സാധ്യതകളാണ് ഏറുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീലേഖയെ മേയർ ആക്കുന്നതിൽ പാർട്ടിക്കകത്ത് ആർക്കും വിയോജിപ്പുകളോ ഭിന്നതയോ ഒന്നുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീലേഖ മേയറായാൽ തിരുവനന്തപുരത്ത് വമ്പൻ വികസനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.